ഹായ്, ഇന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ഐറ്റം ആയിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് ഒരു ലേഡർ സ്റ്റൂള്. അതായത് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഉയരത്തേക്കൊക്കെ, അതായത് ചുമരിലുകളിലൊക്കെ നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്, ഉയരത്തേക്കൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്, അതല്ലാതെ നമുക്ക് ഉയരത്തൊക്കെ എന്തെങ്കിലും സാധനം വെക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കിടിലൻ ഐറ്റമാണ്. അപ്പം ലേഡർ സ്റ്റൂൾ, അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. സ്റ്റൂളായിട്ട് ഉപയോഗിക്കുക, ഉയരമുള്ള സ്റ്റൂളായിട്ടും നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഒരു ചെറിയ ലേഡറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതേപോലെയുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ ആ ലേഡർ സ്റ്റൂൾ എങ്ങനെ നിർമ്മിക്കാൻ നോക്കിയ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ ലേഡർ സ്റ്റൂളിനായിട്ട് 4 പീസ് പട്ടിക നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 1 മീറ്റർ 10 സെന്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 4 പീസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ നിന്നും ഇതേപോലെ 30 സെന്റിമീറ്റർ ഉൾഭാഗത്തേക്ക് നമ്മളൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പൊ അത് 4 പീസിന് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തി വരച്ചെടുക്കുന്നുണ്ട്. ഇനി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ 4 പീസിലും നമുക്ക് ഹോളുകൾ തയ്യാറാക്കാം. ഇനി നമ്മൾ ഇതേപോലെ 30 സെന്റിമീറ്റർ നീളത്തിൽ 2 പീസ് പട്ടിക എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വലിയ പീസ് 1/10 പീസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 2 വലിയ പീസും അതേപോലെ തന്നെ 2 ചെറിയ പീസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വലിയ പീസിൽ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് 20 സെന്റിമീറ്റർ ഉള്ളോട്ടും മറ്റൊരു സൈഡ് ഭാഗത്ത് നിന്ന് നമ്മൾ 10 സെന്റിമീറ്റർ ഉൾഭാഗത്തേക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. അടയാളപ്പെടുത്തിയ ശേഷം അത് രണ്ടും വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിയ പീസിനും നമ്മൾ ഒരേപോലെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നടുക്ക് അതിൻ്റെ 2 സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ നമ്മുടെ ചെറിയ പട്ടിക വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹോൾ തയ്യാറാക്കിയതിന് ശേഷം ആണി അടിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നൈസ് ബിറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടര ഇഞ്ച് നീളത്തിലുള്ള സ്റ്റീലാണിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തും നമ്മൾ 2 ആണി വീതം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹോൾ തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആണി അടിക്കാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ പട്ടിക ചീന്തിപ്പോവും, അതായത് വിണ്ടുപോകും. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ വലിയ 2 പീസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. 1/10 പീസുകൾ എടുക്കുന്നുണ്ട്. അത് 2 സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ നെട്ടും ബോൾട്ടും കൊടുത്ത് നമുക്ക് ഹോളിൽ നെട്ടും ബോൾട്ടും കൊടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ ക്രോസുകളുള്ള നമ്മൾ ഓരോ പീസുകളും ഫിറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് 2 പീസുകളും നമ്മൾ 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്ത്, അതായത് വിലങ്ങനെ വരുന്ന ഭാഗത്ത് നമ്മൾ അതിന് കറക്റ്റായിട്ട് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസ് നമുക്കിവിടെ ഫിറ്റ് ചെയ്തു കൊടുക്കും.
അപ്പോൾ ആ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ കുത്തനെ വെച്ച ശേഷം നമുക്ക് നമ്മുടെ പുറംഭാഗത്ത് കൂടെ വരുന്ന പിന്നെ നമ്മുടെ 2 പീസുകളുടെ വീതി അത് നമ്മൾ കറക്റ്റായിട്ട് അളന്നെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ വീതിയിൽ നമ്മൾ 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതല്ലാതെ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ 2 പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പീസുകൾ 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 40 സെൻറ്റിമീറ്ററുള്ള പീസുകളും 2 30 സെൻറ്റിമീറ്ററുള്ള പീസുകളും നമ്മൾ എടുത്തതിന് ശേഷം അതൊരു ഫ്രെയിം പോലെ നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇതേപോലെ ഹോൾ തയ്യാറാക്കിയ ശേഷം ആണി കൊടുത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഫ്രെയിമും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പട്ടിക പീസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ കറക്റ്റ് അളവിലും നമുക്ക് എടുക്കാം. അതിനേക്കാളും കുറച്ച് കൂടുതലൊക്കെ എടുക്കണമെങ്കിൽ അതേ രീതിയിലും എടുക്കാം. ഇത് കുറച്ച് കൂടുതലുള്ള രീതിയിലാണ് നമ്മൾ പട്ടിക കട്ട് ചെയ്തെടുത്തത്. അത് ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൂളിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള സിറ്റിംഗ് റെഡിയായി. ഇത് നമ്മൾ പുറംഭാഗത്ത് കൂടെ വരുന്ന കാലുകളിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം പുറംഭാഗത്ത് കൂടെ വരുന്ന കാലുകളിൽ ഹോൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ സിറ്റിംഗ് അടക്കം നമ്മൾ സൈഡിലൂടെ ഹോൾ തയ്യാറാക്കിയ ശേഷം 2 സൈഡിൽ നെട്ടും ബോൾട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൂളിൻ്റെ സിറ്റിംഗ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ ഇത് മടക്കാനും എടുക്കാനൊക്കെ കഴിയും. ഇനി നമുക്കിത് സ്റ്റൂളായിട്ടും അതേപോലെ തന്നെ ഉയരമുള്ള സ്റ്റൂളായിട്ടും അതേപോലെ തന്നെ നമുക്കൊരു ചെറിയ ലേഡറായിട്ടും ഇത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ലേഡറായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന് സൈഡിലൊക്കെ നമുക്ക് കോണി പോലെ നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പടികൾ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പടികൾ വെക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും നമ്മൾ നടുഭാഗത്തായിട്ട് ഓരോ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും നടുഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൂൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ഇതേപോലെ മടക്കിയതിന് ശേഷം ലാഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സിറ്റിങ്ങിന് നമുക്കൊരു സ്റ്റേ കൊടുക്കണം. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഇതേപോലെ 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീസുകൾ നമുക്ക് ഹോളുകൾ തയ്യാറാക്കിയതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിഭാഗത്തെ ഉൾഭാഗത്ത് വരുന്ന കാലിലാണ് നമ്മൾ ഈ പീസുകൾ ഫിറ്റ് ചെയ്യുന്നത്.
നമ്മുടെ ലേഡർ സ്റ്റൂള്. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റൂളായിട്ട്, ഉയരമുള്ള സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് വീട്ടിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടിലും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഉയരത്തേക്കൊക്കെ നമുക്ക് ചുമരുകളൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ നമുക്ക് ഉയരത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളും വെക്കാനും എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ സ്റ്റൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ നിന്ന് കയറി നിന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതല്ലാതെ നമുക്കിത് ലേഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് മടക്കി കഴിഞ്ഞാൽ ഇത് ലേഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ നമുക്കിതിന് ഇതേപോലെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചുമരിലൊക്കെ വെച്ചുകൊണ്ട് ലേഡറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചുമരിലൊക്കെ നമുക്ക് ചാരി വെച്ചിട്ട് നമുക്ക് ചുമരിലൊക്കെ പെയിന്റ് അടിക്കാനും അതേപോലെ ഉയരത്തേക്ക് എന്തെങ്കിലും സാധനം വെക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ലേഡർ സ്റ്റൂള് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.